നോർത്ത് ഇന്ത്യൻ റെസിപ്പി കാണിക്കാനുള്ളത്. മിക്കവർക്കും അറിയുന്ന സാധനമായിരിക്കും ഇത്. കണ്ടോ, മല്ലിയിലയാണ്, കാട്ടുമല്ലി എന്നാണ് ഇതിനെയൊക്കെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കി മിക്സിയിലിടണം. മിക്സിയിലിട്ടതിന് ശേഷം രണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഇതിവിടെയൊക്കെ സുലഭമാണ്. അതായത് ഈ നോർത്ത് ഇന്ത്യയിലെ ഈ ചട്നി ഫേമസാണ്. എവിടെ ചെന്നാലും, ഇവിടെ നോർത്തിലെ ഏത് വീട്ടുകളിൽ ചെന്നാലും നമുക്കിത് കിട്ടും. അതുപോലെ ബജാറിലൊക്കെ ഇത് ഇഷ്ടംപോലെ കിട്ടും. നമുക്ക് വീടുകളിലും വളർത്താവുന്നതേ ഉള്ളൂ. വലിയ ചിലവൊന്നുമുള്ള കാര്യമല്ല. വല്ലപ്പോഴും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ വേണ്ട ഒരു സവാള അരിഞ്ഞത് അതതിനകത്തിടുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു പുളി, ഇച്ചിരി പുളി, ലേശം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ മുളക് അതും ആർക്കെങ്കിലും എരി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലിടാം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. അതേപോലെ ഒരു 4 കഷ്ണം വെളുത്തുള്ളി അല്ലി ഇടണം. അതിനുശേഷം ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിടാം. അതായത് ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് കുറവ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് അരഞ്ഞു വരുമ്പോൾ ഇച്ചിരി കാണത്തുള്ളൂ. അന്നേരം അതനുസരിച്ച് നമ്മൾ ഉപ്പിടാവുള്ളൂ. ഉപ്പിടുക. എന്നിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം. കുട്ടണിയിലും ഇടിച്ചെടുക്കുന്നവരുണ്ട്, പക്ഷേ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് ഇച്ചിരി കൂടെ എളുപ്പവും ഒന്നുകൂടെ അരഞ്ഞ് കിട്ടാനും അതാണ് നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ മല്ലിച്ചട്നി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പച്ച നിറത്തിൽ. ഇത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ മല്ലിയിലയുടെ ഒരു സ്വാദും പുളിയും എരിയും ഒക്കെ കൂടെ ചേർന്ന് ഇച്ചിരി തൈരും ഇച്ചിരി മല്ലിച്ചട്നി ചോറും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വയറിന് വളരെ നല്ലതാണ്. ആസിഡിറ്റി, ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഇത് വളരെ ഒരു ഔഷധം പോലെ. അതിന് ഞാൻ ഗ്യാരൻറ്റിയാണ്. ഞാനിതിവിടെ മിക്കവാറും ഉണ്ടാക്കും ഈ ചട്നി. ഞാനിത് ഇവിടെ നട്ടിട്ടുണ്ട്. ആവശ്യമുള്ളപ്പം പിന്നെ ബജാറിൽ നിന്ന് വാങ്ങിക്കും. എനിക്ക് വലിയ ഇഷ്ടമായത്. അപ്പോൾ എവിടെയെങ്കിലും തൈ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വളർത്തണം. ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വയറിനൊക്കെ വളരെ നല്ലതാണ്. ഇത് നമ്മൾ ഒരു കണ്ടെയ്നറിലിട്ട് 2 ദിവസം വെച്ചിരുന്നാൽ നമുക്ക് സുഖമായിട്ട് 2-3 ദിവസമൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മാക്സിമം ആൾക്ക് ഇത് അറിയുന്നതായിരിക്കും, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സാധനമാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഉപേക്ഷ വിചാരിക്കരുത്. എല്ലാവരും ഇത് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ഓക്കെ, ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.